മുജാഹിദുകൾ അത് ഏറ്റെടുക്കുമെന്ന് വെല്ലുവിളിച്ചപ്പോഴുള്ള ഊക്ക് ഇപ്പോഴിവിടെ ഇല്ല, ഇപ്പോഴിവിടെ കാണുന്നില്ല. വെല്ലുവിളിച്ച് പോകാമെന്ന് വിചാരിച്ചവരെ ഇവിടെ മുജാഹിദുകൾ പിടിച്ചു കെട്ടിയിരിക്കുന്നു എന്നാണ് ഈ സമയത്ത് പ്രത്യേകമായി ഉണർത്താനുള്ളത്. അപ്പൊ മുസ്ലിയാർക്ക് ഇപ്പൊ ബന്ധം മനസ്സിലായി വരുന്നുണ്ട്. കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കണം, കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കണം, കൊടുക്കാത്ത കഴിവുണ്ടോ എന്നൊക്കെ മുസ്ലിയാർ കഴിഞ്ഞ ഉത്തരത്തിൽ ആവർത്തിച്ചതിലൂടെ മുജാഹിദുകളുടെ ചോദ്യം, ആ ചോദ്യവും വിഷയവും തമ്മിലുള്ള ബന്ധം കൃത്യമായി മുസ്ലിയാർക്ക് മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് ഒന്നുകൂടി കേട്ടോളൂ. അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടല്ല, സ്വയം കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു മക്കാ മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്തവരോട് തേടിയിരുന്നത് എന്ന് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാമോ മുസ്ലിയാരെ? ഇപ്പോഴും മുസ്ലിയാർ വരുന്നില്ല. നേരെ മറിച്ച് ബന്ധമുണ്ട് എന്ന് മുസ്ലിയാർക്ക് തോന്നി. മറുപടി പറഞ്ഞില്ലെങ്കിൽ യാക്കോം എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് എന്ന ചിന്തയിൽ അതിനിടയ്ക്ക് മുസ്ലിയാർ കയറ്റിക്കൊടുക്കുന്ന കൊടുക്കാത്ത കഴിവുണ്ടോ? കൊടുത്ത കഴിവാണ്. അത് തന്നെയാ മുസ്ലിയാരെ ഞങ്ങളുടെ ചോദ്യം. അതുകൊണ്ട് ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയണം. മക്കയിലെ മുശ്രിക്കുകൾ സ്വയം കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു അള്ളാഹു അല്ലാത്തവരോട് തേടിയിരുന്നത് എന്നതിന് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഒരു തെളിവുദ്ധരിക്കാമോ എന്നാണ് ചോദ്യം കൃത്യമായി നിലകൊള്ളുന്നു. പക്ഷേ മറുപടി പറയാൻ കഴിയുന്നില്ല. നന്ദിയിലാണ്. ഇനി മുസ്ലിയാർ അങ്ങോട്ട് വരും എന്നാ പറഞ്ഞത്. അപ്പോ ഒരു കാര്യം വ്യക്തമായി, വരാൻ പോകുന്നതേയുള്ളൂ, വന്നിട്ടില്ല. ഇതുവരെയും മറുപടി പറഞ്ഞിട്ടില്ല. ഇനി ആലോചിച്ചൊരു മറുപടി ഉണ്ടാക്കി പോയി പറഞ്ഞോളാം. അത് പറയുമ്പോൾ അപ്പോൾ ഹനീഫ മൗലവി അവിടെ വീണ്ടും മറുപടിക്ക് വരും. അത് കൃത്യമായി തന്നെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ഏതായാലും ഇതുവരെയും അത് പറഞ്ഞിട്ടില്ല എന്ന് മുസ്ലിയാർ സമ്മതിച്ചു. നന്ദിയിലും പറഞ്ഞിട്ടില്ല എന്ന് മുസ്ലിയാർ സമ്മതിച്ചു. കോട്ടക്കൽ പറഞ്ഞിട്ടില്ല എന്ന് മുസ്ലിയാർ സമ്മതിച്ചു. കൃത്യമായി തന്നെ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിയാര് ചോദ്യം കൃത്യമായി മനസ്സിലാക്കണം. കൊടുത്ത കഴിവ്, കൊടുക്കാത്ത കഴിവ് എന്നത് നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ, നിങ്ങളുടെ ഉത്തരത്തിൽ തന്നെ വന്നു. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം വിഷയബന്ധിതമാണ്. ആ വിഷയബന്ധിതമായ ചോദ്യത്തിന് മറുപടി പറയണം. സമയം കഴിഞ്ഞ് കിട്ടുന്നില്ല മൂപ്പർക്ക്. ഇപ്പൊ തന്നെ പറച്ചാലോ അരസ് മൗലവി. ഏതായാലും ഒന്നിന്റെ കഥ കഴിഞ്ഞ് ഒന്നും കൂടി ബാക്കിയുള്ളൂ. ഞാൻ പറയുന്നത് പിന്നെ വലിയ ആളാണ്, മൂപ്പരെ വീച്ചോ നമുക്ക് നോക്കാലോ. നിങ്ങളെ ഒക്കെ ഈ രൂപത്തിൽ ഇരുത്തിയിട്ടേ ഞങ്ങൾ അടങ്ങും. ആര്? ഞങ്ങളെ ഏറ്റവും ചെറിയ SSFന്റെ പ്രവർത്തകർ, നിങ്ങളെ ബടാ മൗലവിമാർ. എവിടെ പോയി നിങ്ങളെ തൗഹീദ്? ഇപ്പൊ മൂപ്പര് പറയാണ് എന്തെന്നറിയോ, നിർവചനം ഞങ്ങൾ എവിടെ പറഞ്ഞത്? അതെന്താ തട്ടിപ്പ് എന്നറിയോ? ഇടമുട്ടത്ത് വെച്ച് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് മൂപ്പരെ വമ്പൻ സ്രാവിനെ പിടികൂടിയപ്പോ അന്ന് അവിടെ നിന്ന് വഷളായതാണ്. എന്നിട്ടിപ്പോ മൗലവി പറയാണ് നിങ്ങൾ കട്ട് വായിച്ചു. ഓ മൗലവി, അത് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ വെച്ചാൽ മതി, ഞങ്ങൾക്ക് അങ്ങനെ കട്ട് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് മൂപ്പരെന്താ വായിച്ചത്? അത് ഞാൻ വായിച്ചു തരാനോ? പുസ്തകം എന്റെ കയ്യിലില്ലേ. നിർവചനം എന്ന് പറഞ്ഞാൽ എന്താ സാധുവിന് തിരിഞ്ഞിട്ടില്ല. എന്നിട്ട് പറയാ ഞങ്ങളിപ്പോ പറയാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇതുവരെ നിങ്ങൾ നിർവചനം പറഞ്ഞിട്ടില്ല. ഇക്കാലം വരെ നിങ്ങൾ നിർവചനം പറഞ്ഞിട്ടില്ല. ഈ രൂപത്തിൽ വഷളായാലോ എന്റെ അരസ് പോലെ ഇപ്പൊ തന്നെ ബബ്ബ പറഞ്ഞാലോ എന്താണ് ചെയ്യാ? ഈ രൂപത്തിൽ വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. എന്നാൽ എവിടെയാണ് കട്ടത്? നിങ്ങൾ വായിക്കണം. നിർവചനം എന്ന് പറഞ്ഞാൽ മൂപ്പര് മനസ്സിലാക്കിയതിന് മുമ്പുള്ള വിശദീകരണമൊക്കെ നിർവചനാണ്. പഠിച്ചിട്ടില്ല. ഇതിനു മുമ്പ് ഒരുപാട് ഇങ്ങനെ വിശദീകരിച്ചു. മനുഷ്യൻ സർവശക്തനല്ല, സർവ്വകാര്യങ്ങൾക്കും കഴിവുള്ളവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് ഈ നിർവചനം ഇല്ലാതാവോ? നിർവചനത്തിൽ എന്താ പറഞ്ഞത്? മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇതല്ലേ നിങ്ങൾ നിർവചനം പറഞ്ഞത്? അല്ലേ? പോരെ, പിടിച്ചോ രണ്ടാമത്തത്. നിങ്ങൾ അങ്ങനെ വിടാനൊന്നും പോകുന്നില്ല മൗലവി. ഇത് 2ാം ക്ലാസ്സിലെ പുസ്തകം, 3ാം ക്ലാസ്സിലെ പുസ്തകം. 3ാം ക്ലാസ്സിലെ ചെറിയ മക്കൾക്ക് പോലും ഈ ശിർക്കൽ വിശ്വാസമാണോ നിങ്ങൾ അടിച്ചു കയറ്റുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇതിലെന്താ പറഞ്ഞത്? ഇതിലൊരു വിശദീകരണവും ഇല്ല. നിങ്ങൾ പറയ അഷ്റഫ് കേട്ടോ, പാഠം 17 പ്രാർത്ഥന. അഷ്റഫ് ഉപ്പ, അത് ഇസ്തിയാസയാണോ എന്ന് എനിക്കറിയില്ല. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് മൗലവി ഇന്നലെ പറഞ്ഞുവല്ലോ. അപ്പോൾ പ്രാർത്ഥന എന്നാൽ എന്താണ്? പിതാവ്. അത് ചിലപ്പോ നമ്മളെ അനസോ അനീഫെ അല്ലാഹു അഅലം എന്താ പറയുന്നത് അറിയോ കേട്ടോ? മനുഷ്യരുടെ കഴിവിൽ പെടാത്ത കാര്യങ്ങൾ സഫലീകരിച്ചു തരാനായി മറ്റൊരു ശക്തിയോട് വിനയത്തോടും അതീവ താഴ്മയോടും കൂടി ചോദിക്കുന്നതിനാണ് പ്രാർത്ഥനാ ദുആ എന്ന് പറയുന്നത്. എന്ത് വിശദീകരണം അവിടെ ഉള്ളത്? ഈ രൂപത്തിൽ ഞങ്ങൾ പറഞ്ഞു. ഇത് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഇത് രണ്ടും പിടിക്കുന്നു. ഇനിയും വേണമെങ്കിൽ ഡസൻ കണക്കിന് ഇനിയും വായിച്ചു തരും.
അത് തെറ്റാ നിങ്ങൾക്ക് ബോധ്യമായല്ലോ. ഈ മനുഷ്യ കഴിവിന്റെ അപ്പുറത്തേക്കുള്ള ആ രൂപത്തിൽ ചോദിക്കുന്നത് അതൊക്കെ ശിർക്കാണ്, പ്രാർത്ഥനയാണ് എന്ന് തെറ്റാ നിങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങി. അത് തന്നെയാണ് സംവാദത്തിന്റെ വിജയം. അത് തന്നെയാണ് നിങ്ങൾക്ക് അബദ്ധം സംഭവിച്ചു എന്ന് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞല്ലോ എന്ത്, ഞങ്ങൾ നിർവചനം പറയാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ തന്നെ നന്നായി വരുന്നുണ്ട് നിങ്ങൾ. ശരി, ഞങ്ങൾ ആവർത്തിക്കുന്നു, ഇത് തെറ്റാണ്. തെറ്റെന്നല്ല, മുസ്ലിം സമൂഹത്തിന് ഇതിന് ബാധകമല്ല. എന്തുകൊണ്ട്? മുസ്ലിം സമൂഹത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ജനങ്ങൾ പഠിച്ചു, പുറത്തുള്ള ആളുകളും പഠിച്ചു, അകത്തുള്ളവരും പഠിച്ചു. നിങ്ങൾക്ക് എന്തേ അതിനെ തൊടാൻ പേടി? അതുകൊണ്ട് എന്റെ അനസ് മൗലവി തപ്പി പറയാതെ നിങ്ങൾ കാര്യം പറയാം. എന്താണ് നിങ്ങൾ ആ ചോദിച്ചതിന് ഞങ്ങൾ മറുപടി പറഞ്ഞില്ലേ? അല്ലാഹു തആല, ആ അല്ലാഹു തആല കൊടുത്ത കഴിവ്, നൽകുന്ന കഴിവ്, അതിന്റെ അടിസ്ഥാനത്തിൽ, മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന കഴിവ്, അത് ഞങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് അത് ശിർക്കാണെന്ന് വരുന്നു. എന്നാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞു, എന്നെ വഫാത്തിന് ശേഷം വിളിച്ചാൽ പോലും ഞാൻ ഉത്തരം ചെയ്യും. ഞാൻ ഉത്തരം ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ കഴിവില്ലാതെ ഉത്തരം ചെയ്യാൻ കഴിയോ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചു പോയത് എന്നാണ് മനസ്സിലാക്കാത്തത്. പഴയ സംവാദമൊക്കെ ഓർമ്മ വരുന്നുണ്ട്, പക്ഷെ ആര് സഹായിക്കാനാണ്? എന്ത് ചെയ്യും? അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കുമാറാവട്ടെ. ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, ശിർക്ക് എന്താണ്? എന്താണ് ദുആ? എന്താണ് പ്രാർത്ഥന? ഇപ്പൊ മക്കാമുശ്രിക്കുകളും വിട്ടു. മക്കാമുശ്രിക്കാണ് ആകെയുള്ള ഒരു തുണ, അതും പോയി. പിന്നെ പറയാ നന്ദിയിൽ കുറെ കഴിഞ്ഞിട്ടാണ് മറുപടി. നിങ്ങളെ സലഫി നാദാപുരത്തേക്ക് വരാൻ ആയിട്ട് എത്ര കാലായി മൗലവി? ഇതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? എന്തിനാണ് വടി കൊടുത്ത് അടി വാങ്ങുന്നത്? ഞങ്ങൾക്ക് അതൊക്കെ പറയാനുണ്ട്. അപ്പൊ അതുകൊണ്ട് പറയുന്നു, നിങ്ങളെ നിർവചനം ഇവിടെ ആകെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ഞങ്ങളെ പഠിപ്പിച്ചു, ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്ത് പറയാനുണ്ട് നിങ്ങൾക്ക്? എന്താണ് അതിനെ ചോദ്യം ചെയ്യാത്തത്? നിങ്ങളെ തൗഹീദ് പൊളിയുമ്പോ അങ്ങനെയല്ല ഇങ്ങനെയല്ല കട്ടൂൻ, അതൊക്കെ പറയാനുള്ള പൂതി മുജാഹിദ് സെന്ററിൽ നടത്തിയാൽ മതി. ഞങ്ങളെ മുമ്പിൽ വേണ്ട. നിങ്ങൾ ഇനി ആരെയും കൊണ്ടുവന്നോ ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞങ്ങൾ ചെറിയ പ്രവർത്തകർ മതി ഞങ്ങൾ ആശയം തെളിയിക്കാൻ. കാരണം പ്രമാണങ്ങൾ ഞങ്ങളുടെ കൂടെയാണ്, ഹദീസുകൾ ഞങ്ങളുടെ കൂടെയാണ്, ആയത്തുകൾ ഞങ്ങളുടെ കൂടെയാണ്. അത് നിങ്ങൾ ഉദ്ധരിക്കൂ, ഞങ്ങൾ മറുപടി പറയാം. പ്രിയപ്പെട്ട സഹോദരന്മാർ, വിഷയം കൃത്യമാണ്. ഇവിടെ ഞങ്ങൾക്ക് തെളിയിക്കേണ്ടത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിർവചനം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു എന്നാണ്. കാരണം അവരുടെ നിർവചനത്തിൽ വഫാത്തായ നബി ഉത്തരം ചെയ്യുമെന്ന ഉദ്ദേശത്തിൽ വിളിക്കുന്നത് അത് തെറ്റാണെന്നും ശിർക്കാണെന്നും വരുന്നു. എന്നാൽ എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞതോടെ ആ നിർവചനത്തിന് നിലനിൽപ്പില്ല. നിങ്ങൾ ആള് മാറിയതുകൊണ്ടും ഇനി സാക്ഷാൽ ഉഗ്രൻ പാമ്പ് വന്നാൽ പോലും തീർച്ചയാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരൊരു മുജാഹിദ് പ്രസ്ഥാനത്തിലായി എന്നതാണ് തെറ്റ്. ഒരുപക്ഷെ അലീബം ഒരു നല്ല മനുഷ്യനായിരിക്കാം, പക്ഷെ മുജാഹിദായി പോയില്ലേ. ഹിദായത്ത് കൊടുക്കട്ടെ അല്ലാഹു തആല. നമ്മൾ ദുആ ചെയ്യാണ്, ഞങ്ങൾ എല്ലാവരും നന്നാവണമെന്നാണ് ഞങ്ങളുടെ ചിന്ത. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്, നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ആരോ പറഞ്ഞു പറ്റിച്ചതാണ്. അങ്ങനെയല്ല. എന്റെ ശേഷം എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് വളരെ കൃത്യമായി നേതാവ് പഠിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി നിങ്ങളുടെ നിർവചനത്തിൽ എവിടെയാണ് ഞങ്ങൾ തെറ്റുവരുത്തിയത്? വരുത്തിയിട്ടില്ല, കൃത്യമായി വായിച്ചിട്ടുണ്ട്. ഇനിയും വായിക്കണോ? വായിക്കാവുന്നതാണ്. വ്യവസ്ഥ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. കാരണം 2 സെഷനായി നിങ്ങൾ എഴുതിപ്പിച്ചത് ഇതിന് തന്നെയാണ്. ഞങ്ങൾക്കറിയാമത്. ഫൈസൽ